ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്വർണ്ണവള പണയം വയ്ക്കാൻ വേണ്ടി രേവതി ജ്വല്ലറിയുടെ മുന്നിലേക്ക് എത്തുകയാണ്. നോക്കുമ്പോൾ ജ്വല്ലറി അടച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ഒരു പൂക്കാരി വരുന്നത്. പൂക്കാരി രേവതിയോട് ചോദിക്കുകയാണ്, മോളെ രേവതി, നീ എന്താ ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കുകയാണ്. സ്വർണ്ണം വല്ലതും പണയം വയ്ക്കാനാണോ? അതേ ചേച്ചി, കുറച്ച് പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. അയ്യോ, പണക്കാരെ വീട്ടിലേക്ക് മരുമോളായിട്ട് പോയ നിനക്കാണോ പൈസയ്ക്ക് അത്യാവശ്യം എന്ന് പറയുന്നത്? അത് കുറച്ച് അത്യാവശ്യം ഉണ്ട് ചേച്ചി, അതുകൊണ്ടാണെന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ പണയം വയ്ക്കാൻ പറ്റില്ല. അതെന്താ ചേച്ചി? ഈ കടയിലെ ഉടമസ്ഥൻ പോയിരിക്കുകയാണ്, ഇനി ഒരാഴ്ച കഴിഞ്ഞ് വരില്ല. എവിടേക്കാണ് പോയത്? അത് പിന്നെ ആളുടെ അനിയൻ്റെ കല്യാണമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ പണയം വയ്ക്കാൻ പറ്റില്ല. മോളൊരു കാര്യം ചെയ്യും, ടൗണിൽ എവിടെയെങ്കിലും പോയിട്ട് പണയം വെച്ചോന്ന് പറയുകയാണ്. അപ്പോൾ രേവതിക്ക് ആകെ ടെൻഷൻ ആവണം കേട്ടോ. അപ്പോൾ രേവതി എന്ത് ചെയ്യും, ബാഗിൽ നിന്ന് ഫോൺ എടുത്തിട്ട് അനിയനെ വിളിക്കണം. മോനെ ശരത്തെ, നീ എവിടെയാടാ? ചേച്ചി, ഞാൻ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോനൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമോ? എവിടേക്കാണ് ചേച്ചി? നമ്മൾ സ്വർണ്ണമൊക്കെ പണയം വയ്ക്കാറില്ലേ, അവിടേക്കൊന്ന് വന്നാൽ മതി എന്ന് പറയുന്നത്. എന്താ ചേച്ചി, പൈസയ്ക്ക് വല്ല അത്യാവശ്യം ഉണ്ടോ? മോൻ ഇങ്ങോട്ട് വായോ എന്ന് പറയുന്നത്. അങ്ങനെ ശരത്ത് അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ. ശരത്തിൽ ബൈക്കിൽ വരണതാണ് ഒരു രേവതി ചോദിക്കുന്നത്. ഇത് ഏതാ മോനെ ബൈക്ക് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ ചേച്ചി എൻ്റെ കൂട്ടുകാരൻ്റെ. സത്യം പറ, ഒരു ബൈക്കിൻ്റെ പ്രശ്നം ഇതുവരെ മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ, ചേച്ചി അതൊക്കെ വീട്, ചേച്ചി എന്തിനാ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ചേച്ചിക്ക് ഇപ്പോൾ എന്താണ് വേണ്ടതെന്ന് ചോദിക്കണം. മോനെ, ഈ ഒരു വള കൊണ്ടായിട്ട് പണം വെച്ചിട്ട് മോൻ കുറച്ച് പൈസ ഒപ്പിച്ചാൽ എനിക്കൊരു 10,000 രൂപയുടെ അത്യാവശ്യം ഉണ്ടെന്ന് പറയുന്നത്. എന്താ ചേച്ചി പെട്ടെന്ന് പൈസയുടെ പ്രശ്നം? സച്ചേട്ടൻ്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ വേണം മോനെ, നീ പറയണത് കേൾക്കുമെന്ന് പറയുന്നത്. പൈസ വേണമെങ്കിൽ ഞാൻ ചേച്ചിക്ക് തരാമെന്ന് പറയുന്നത്. നിനക്ക് എവിടെ നിന്ന് എത്രയും പൈസ? അതല്ല, ഞാനിപ്പോൾ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് പോകണ്ടല്ലോ, അപ്പോൾ ആ ഒരു പൈസ എൻ്റെ കയ്യിലുണ്ട്. പാർട്ട് ടൈമായിട്ടോ? നീ എന്തിനാ പാർട്ട് ടൈമായിട്ട് പോകണം? നീ ആദ്യം പഠിത്തത്തിൽ ശ്രദ്ധിക്കുക, നീ എന്നിട്ട് നല്ലൊരു ജോലി മേടിക്കാൻ നോക്കുന്നൊക്കെ പറയുന്നു കേട്ടോ. എന്തായാലും ചേച്ചി വളയൊന്നും വേണ്ട, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ ഈ വള കൊണ്ടുപോയിട്ട് പണയം വെക്കുന്നു പറഞ്ഞിട്ട് ആ വള ഊരി കൊടുക്കണം. ശരത്താവട്ടെ വേഗം പോയിട്ട് നമ്മുടെ പലിശക്കാരൻ ആൻ്റണിയാട്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ആൻ്റണിയാട്ടിൻ്റെ അടുത്ത് കണക്കും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം പറയുന്നത്, ഏട്ടാ എനിക്ക് കുറച്ച് കാശിന് ആവശ്യമുണ്ട്, തൽക്കാലം ഈ വളയൊന്ന് പണയം വെക്കുന്നു. ഇത് ഏതാ വളയെന്ന് വയ്ക്കുകയാണ്. ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറയുന്നു. അയ്യോ ചേട്ടാ, ഇത് ഞാൻ കട്ടാവുന്നതല്ലേ, എൻ്റെ പെങ്ങളുടെ വളയാണ്, ഇതൊന്ന് പണയം വെച്ചിട്ട് എനിക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ടെന്ന് പറയുന്നത്. എന്നൊരു കാര്യം ചെയ്യും, നീ വള കയ്യിൽ വെച്ചോ, എനിക്ക് വള നീ കയ്യിൽ വെച്ചോ, പൈസ ഞാൻ തരാമെന്ന് പറയുകയാണ്. അപ്പോൾ പൈസ കൊടുക്കുകയാണ് കേട്ടോ. ആൻ്റണി ചേട്ടാ, താങ്ക്സ് ഒന്നും എനിക്ക് എന്തിനാടാ, നീ എന്തായാലും ചെന്നിട്ട് ചേച്ചിക്ക് ആ പൈസ കൊടുക്കുക, വള നിൻ്റെ കയ്യിൽ വെച്ചോ, അത് കഴിഞ്ഞിട്ട് നീ ചേച്ചിക്ക് കൊടുത്താൽ മതി എന്ന് പറയുന്നു. ശരി ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ശരത്ത് പോകാൻ കേട്ടോ. പിന്നീട് കാണിക്കണം നമ്മുടെ ഇതാണ് സച്ചി ഫ്ലാറ്റ്. ഇവിടെ 30 കാറുണ്ട്, മാസം ഒരു 30,000 രൂപ കിട്ടും. ഒരു കാറിന് 1000 രൂപ വെച്ച് കിട്ടുമെന്ന് പറയുന്നു കേട്ടോ. ഓ നന്ദിയുണ്ട് സാറെന്ന് പറയുന്നത്. അപ്പോഴേക്കും അവിടുത്തെ ഫ്ലാറ്റിലെ ഉടമസ്ഥരും മാനേജറൊക്കെ വരികയാണ്. എന്താടോ ആളെ കിട്ടി വയ്ക്കണം? ആളെ കിട്ടി സാർ, ഇതാണെന്ന് പറയുന്നു കേട്ടോ. ഓ താൻ കാറൊക്കെ വൃത്തിയായിട്ട് നോക്കുമോ? അതല്ല ഇനി 2 ദിവസം വന്നിട്ട് പോവുക? സാധാരണ ആൾക്കാർ അങ്ങനെയാണ്, 2 ദിവസം വരും, ഇവിടെ നിൽക്കൊന്നുമില്ല, വേഗം പോകുമെന്ന് പറയുന്നു. ഇല്ല സാർ, ഞാൻ സ്ഥിരം നിന്നോളാം എന്ന് പറയുന്നു സച്ചി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഇന്ന് തന്നെ അങ്ങോട്ട് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തോളൂ, ഐശ്വര്യമായിട്ട് എൻ്റെ കാറിനെ കഴുകിക്കോളാൻ പറയുന്നു കേട്ടോ. ശരി സാറെന്ന് പറയുന്നു. അത് അവിടെ പൈപ്പിൽ വെള്ളമുണ്ട്, അതെടുത്ത് കഴിക്കുമെന്ന് പറയുന്നു. അങ്ങനെ സച്ചി കാറ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാവം നല്ലപോലെ ബുദ്ധിമുട്ടിയിട്ട് കുറേ കാർ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ ഉടമസ്ഥൻ വന്നിട്ട് പറയുന്നത്, ഡോ ആ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കാര്യം ചെയ്തോ, ആ നാളെ ഒരു 5:30 ആകുമ്പോൾ വേഗം ഇങ്ങോട്ട് പോരുമെന്ന് പറയുന്നു. ശരി സാറെന്ന് പറയുന്നു കേട്ടോ. പിന്നീട് സച്ചി അവിടെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് അവിടെ പാഴ്സൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നു, ഓ സാധനങ്ങളൊക്കെ എത്തിയോ? കാശ് എന്തായാലും ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് തരാമെന്ന് അയാളോട് പറഞ്ഞേക്കെന്ന് പറയുന്നു. അപ്പോൾ ചന്ദ്രമതി, കാശപ്പം നീ കൊടുത്തിട്ടില്ലേ? ഇല്ല. പിന്നെ എങ്ങനെ ഇവള് ഈ 10,000 രൂപ എനിക്ക് തന്നെന്ന് ചോദിക്കുന്നുണ്ട്. 10,000 രൂപ തരേ? ഇവള് നീ തന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കാശ് തന്നിരോ? അത്രയും കാശ് ഇവൾക്ക് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ സച്ചിൻ രേവതിയുടെ മുത്തിക്ക് നോക്കണം കേട്ടോ. ഓ അപ്പോൾ നീ നുണ പറഞ്ഞാണ് അല്ലടിയെന്ന് ചന്ദ്രമതി രേവതിയോട് പറയുന്നത്. നീ ഈ കാശ് എവിടുന്ന് അടി കട്ടത്? സത്യം പറഞ്ഞെന്ന് പറയുമ്പോൾ രേവതി പറയണം, അമ്മേ വെറുതെ ആവശ്യമില്ലാത്ത പറയരുതിട്ടാന്ന്. ആവശ്യമില്ലാത്തതോ? പറഞ്ഞില്ല, എന്താ തെറ്റുള്ളത്? നീ അല്ലേ പറഞ്ഞത് ഇത് സച്ചിയേട്ടൻ തന്ന കാശാണെന്ന്? പിന്നെ സച്ചി പറയണു കാശ് തന്നിട്ടില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് തരാമെന്ന്. ഇതിലേതായാലും സത്യം എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് സച്ചിക്ക് കാര്യം മനസ്സിലാണ്ട്. അപ്പോൾ സച്ചി പറഞ്ഞു, ആ കാശ് അത് ഞാൻ കൊടുത്തത് തന്നെയാണ്. നീ എന്താടാ പറയണത്? നീ അല്ലേ ഇപ്പോൾ പറഞ്ഞത് കാശ് കൊടുത്തിട്ടില്ലെന്ന്? അത് ഞാൻ കുറച്ച് കുറിയുടെയും വണ്ടിയുടെ ഫൈനാൻസിൻ്റെ അതിൻ്റെയൊക്കെ ആയിട്ട് കുറച്ച് പൈസ അവളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കാശ് എടുത്തിട്ടാവും അവൾ തന്നിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ നീ ആ കാശ് എടുത്ത് കൊടുത്തില്ല, ഇനിയിപ്പോൾ ഫൈനാൻസിനും കുറി അടയ്ക്കാനും എന്ത് കാശ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്ത് കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് സച്ചി രേവതി എടുത്ത് ദേഷ്യപ്പെടുന്ന പോലെ കാണിക്കാൻ കേട്ടോ. അങ്ങനെ രേവതിനെ അവിടുന്ന് രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ സച്ചിൻ മുകളിലേക്ക് കയറി പോകണതാണ് ഒരു രംഗം കാണിക്കുന്നത്. അപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.